ഏതൊരു സിംഗറിന്റെയും സ്വപ്നമാണ് റിയാലിറ്റി ഷോസ്. ട്രെൻഡിംഗ് പ്ലേബാക്ക് സിംഗേഴ്സിന്റെ പലരുടെയും ഫസ്റ്റ് സ്റ്റെപ്പായിരുന്ന സരിഗമപ ലിറ്റിൽ ചാമ്പ് ഫെയിം വെഞ്ഞാറമൂടിന്റെ വാനം പാടി അവനെയാണ് നമ്മോടൊപ്പം ഇന്ന് റെഡ് കാർപ്പറ്റിൽ. അവനി, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഷോയിൽ വരാൻ പറ്റിയതിൽ, നിങ്ങളുടെ എല്ലാവരുടെ സംസാരിക്കാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ അവനി നമ്മുടെ സരിഗമപ ആയിരുന്നല്ലോ സ്റ്റാർട്ടിങ്, അപ്പം അവിടെ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? എനിക്ക് തോന്നുന്നു സരിഗമപ്പനെക്കാട്ടിലും ഞാൻ സരിഗമപ്പ ഫസ്റ്റ് സീസണിൽ വരുന്നത് കലോത്സവമാണ്. ഞാൻ കുറെ ഇന്റർവ്യൂസ് ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പോഴ് ഞാൻ 8ാം ക്ലാസ് ആയി സ്റ്റേറ്റിൽ പങ്കെടുക്കാനുള്ള സമയമായപ്പോഴത്തേക്ക് എനിക്ക് മത്സരിക്കാൻ പറ്റിയില്ല. ക്യാൻസർ ആണെന്നറിഞ്ഞു, ഹോസ്പിറ്റലിലായി. പിന്നെ ഞാൻ സ്റ്റേറ്റിൽ മത്സരിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പൊ 9ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് കലോത്സവം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ സരിഗമപ ഫസ്റ്റ് സീസൺ നടക്കുന്ന സമയത്ത് സുരാജ് അങ്കിൾ എന്നെ അവിടെ കൊണ്ടുചെന്ന് അവർക്കൊരു ചെറിയ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അന്ന് സരിഗമപയിലുള്ള അംഗങ്ങൾക്ക് ഞാൻ കൊടുത്ത പ്രോമിസ് ആണ്, ഇനി സരിഗമപ വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ കൂടെ കാണുമെന്ന്. പക്ഷേ പിന്നെ സ്റ്റാർട്ട് ചെയ്ത സരിഗമപ ചിൽഡ്രൻസിന്റെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഏജ് കൂടുതലായിരുന്നു. അപ്പോ സിസ്റ്ററിനെയും കൊണ്ട് പോയി. അനിയത്തിക്ക് ഓഡിഷൻ 4-5 ഓഡിഷനൊക്കെ ആയി. പിന്നെ ലൈവ് ഓഡിഷൻ ആയപ്പോഴത്തേക്ക് അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്കും പങ്കെടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായി. അത്രയും കുട്ടികളെ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ അച്ഛൻ ചെന്ന് അവരുടെ അടുത്ത് ചോദിച്ചു, മോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞു കുഴപ്പമില്ല, അവന് കയറി പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കയറി പാടി. ലാസ്റ്റ് ഓഡിഷൻ ആയപ്പോഴത്തേക്കും ഞാൻ ഇന്നായി, അവൾ ഔട്ടായി. എന്നിട്ടാണ് എന്റെ സരിഗമപ ജേർണി ശരിക്കും സ്റ്റാർട്ട് ആവണത്. ഓക്കെ, ശരിക്കും എനിക്ക് അതിനെക്കുറിച്ച് തന്നെയാണ് അറിയേണ്ടത്. ഫസ്റ്റ് ടൈം സുരാജ് ഏട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നല്ലോ, അത്രയും ഹാർട്ട് ടച്ചിങ് ആയിരുന്നു ആ സോങ്, എന്നത്തവം ചെയ്തനേ യേശോദ. ആ സോങ് അവിടെ സെലക്ട് ചെയ്യാൻ ശരിക്കും എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. പിന്നെ ആ സമയത്ത് ഞാൻ ഫിലിം സോങ്സ് അധികം പാടത്തില്ല. പാടും, ഫിലിം സോങ്സ് പാടിയാൽ തന്നെ സെമി ക്ലാസിക്കൽ പാട്ടുകളാണ് പാടണത്. അപ്പോ ഞാൻ കരുതിയ ഒരു കീർത്തനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ എന്ന് കരുതി. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് വേണ്ടിയിട്ട് ആ പാട്ട് ഒരു 2 വരി ഒന്ന് പാടാവോ? ഉറപ്പായിട്ടും. എന്നത്തവം ചെയ്തനോ, എന്നത്തവം ചെയ്തനോ യശോദ, എന്നത്തവം ചെയ്തനോ യശോദ, എന്നത്തവം ചെയ്തനേ യശോദ, എങ്കും നിறை பரபிரம்மம் அம்மாவெனக்கு என்னத்தவம் செய்தனே. பிரமனும் இந்திரனும் மனதே புறாமை கொள்ள, பிரமனும் இந்திரனும் மனதே புறாமை கொள்ள, பிரமனும் இந்திரனும் மனதே புறாமை கொள்ள, பிரமனு இந்திரனும் மனதே புறாமை கொள்ள, உரல் கட்டி வாய்ப்புத்தி கெஞ்ச வைத்தாய் கண்ணனை, உரல் கட்டி வாய்ப்புத்தி கெஞ்ச வைத்தாய் கண்ணனை, உரல் கட்டி வாய்ப்புத்தி கெஞ்ச வைத்தாய் தாயே, என்னத்தவம் செய்தனோ யசோதா, எங்கும் நிறை பரபிரம்மம் அம்மாவெனக்கு என்னத்தவம் செய்தனோ யசோதா. താങ്ക് യു സോ മച്ച്. ശരിക്കും നമുക്കൊരു മ്യൂസിക്കൽ ട്രീറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സുരാജ് ഏട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഓഡിഷനിലൂടെ സരിഗമപ ലിറ്റിൽ ചാമ്പ്യൻ. അപ്പോൾ ശരിക്കും അടുത്ത ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് അതാണെന്ന് നമുക്ക് പറയാൻ പറ്റോ?
ഉറപ്പായിട്ടും. കാരണം ഇപ്പൊ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോ ഒരു 10 പേരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം സരിഗമപ്പ തന്നെയാണ്. സരിഗമപ്പ ഒരു സിംഗർ എന്നതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്, ഏറ്റവും നല്ല പാഠങ്ങളെല്ലാം കിട്ടിയത് എനിക്ക് സരിഗമപ്പയിൽ ചെന്നപ്പോഴാണ്. സരിഗമപ്പയിൽ നിന്നാണ് ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന കുറെ നല്ല നല്ല മെമ്മറീസ് സരിഗമപ്പയിൽ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാന് മെലഡി സോങ്സ് ആയാലും അതുപോലെ തന്നെ ഫാസ്റ്റ് നമ്പേഴ്സ് ആയാലും ഞാൻ പാടുന്നുണ്ടെങ്കിൽ അതിന് കാരണം സരിഗമപ്പയിലെ എന്റെ ഗ്രൂമേഴ്സ് തന്നെയാണ്. കാരണം ഞാന് സെമി ക്ലാസിക്കൽ പാട്ടുകൾ മാത്രമാണ് പാടിക്കൊണ്ടിരുന്നത്. ഞാൻ മെലഡി പഴയതിനെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി കൂടെ ഫീൽ കൊടുത്ത് പാടാറുണ്ട്. അതിന് കാരണം സരിഗമപ്പയാണ്. പിന്നെ സുജാത മാം ആയാലും ഗോപി സുന്ദർ സാർ ആയാലും ഷാൻ റഹ്മാൻ സാർ ആയാലും അതുപോലെ നമ്മുടെ ജീവചേട്ടനായാലും എല്ലാവരും, അതുപോലെ ഗ്രൂമേഴ്സ് എടുത്തു പറയാനുള്ള കാരണം ഗ്രൂമേഴ്സ് ശരിക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നവരാണ്. നമ്മളൊരു പാട്ട് കാരണം അവര് നമ്മളെ പഠിപ്പിച്ച് ഓരോ നോട്ടും കറക്റ്റ് ആക്കി, അതും നമ്മൾ സ്റ്റേജിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. നല്ല കൂളാക്കും. ഇപ്പൊ സുജാത മാമൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഒരാൾ നമ്മളുടെ അടുത്ത് എങ്ങനെയായിരിക്കും പെരുമാറുന്നത് അതുപോലെയാണ് മാമും. നല്ല ജോളിയാണ്, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കത്തുള്ളൂ. അങ്ങനെ അതെ, പലപ്പോഴും നമുക്ക് സ്ക്രീനിൽ അത് കാണാനും സാധിക്കുന്നുണ്ട്. മാമായിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്റ്റും അവിടെയുള്ള എല്ലാവരുമായിട്ടും ഇപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളും ഒക്കെ വെച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒത്തിരി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയ ഒരു സ്റ്റേജാണ് സരിഗമ. ഓക്കെ 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 ശരിക്കും ആ കൊഞ്ചൻ നിലവൊക്കെ പാടുന്ന ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത്രയും ഫീലോട് കൂടിയിട്ടാണ് പാടുന്നുണ്ടായിരുന്നേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സരിഗമപ്പയിലെ ഓരോ പെർഫോമൻസ് കഴിയുന്ന സമയത്തും സൈഡിൽ ഒരാളെങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മിക്കവാറും നിറ കണ്ണുകളോട് കൂടിയിട്ട് എന്നിരിക്കും ആ ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ അമ്മേനെ കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ, അത് പക്ഷെ പലപ്പോഴും മാനത്തെ കണ്ണീര് തന്നെയായിരുന്നു. അപ്പോ അമ്മയായിരുന്നു മെയിൻ സപ്പോർട്ടർ. അമ്മയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ക്യാൻസർ പറഞ്ഞത്. അതുവരെയുള്ള എന്റെ ലൈഫ് അല്ല ക്യാൻസറിന് വന്ന ശേഷമുള്ള എന്റെ ലൈഫ്. ഞാൻ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അതുപോലെ സ്കൂളിൽ കണ്ടിന്യൂസ് പോകുന്നുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടിയാണ് നടന്നത്. രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എണീറ്റ് പ്രാക്ടീസ്. അപ്പൊ ആ സമയത്തൊക്കെ അമ്മ കൂടെ ഉണ്ട്. അമ്മ ഇരുത്തിയാണ് പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. ഞാൻ എന്ന സിംഗർ ഇത്തിരിയെങ്കിലും പാടുന്നുണ്ടെങ്കിൽ അതില് മെയിൻ ആയിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് ഒന്നെന്റെ പാട്ട് സാറാണ്, കിളിമാനൂർ ശിവപ്രസാദ്. ഞാൻ 5 വയസ്സ് മുതൽ ഇപ്പം വരെയും സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ മെയിൻ റീസൺ അമ്മ. കാരണം പാട്ട് നമ്മൾ ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല, അത് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ എന്തെങ്കിലും ഒക്കെ കാര്യമുള്ളൂ. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ പ്രാക്ടീസ്, ആ ഒരു മൈൻഡ് സെറ്റ് ആണ് ആ ഒരു പ്രായത്തില്. അപ്പൊ അമ്മയാണ് വിളിച്ച് നിർബന്ധിച്ച് അടുക്കളയിൽ കൊണ്ടിരുത്തി അമ്മ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് പറഞ്ഞു തരാൻ അറിയാം. ഞാനിപ്പോ പാടുന്ന തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞു തരാൻ അമ്മയ്ക്ക് അറിയാം. അപ്പൊ അമ്മ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും, ഇപ്പോ ഒരു സ്വന്തം കുഞ്ഞിന് ക്യാൻസർ ആണെന്ന് അറിയുമ്പോഴത്തേക്കും എല്ലാ അച്ഛനമ്മമാരുടെയും അവസ്ഥ എന്തായിരിക്കും അത് തന്നെയായിരുന്നു എന്റെ പാരന്റ്സിനും. അവർക്കും ഒട്ടും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ഈ ക്യാൻസർ ആണെന്ന് അറിഞ്ഞ സമയത്തൊന്നും അവര് നോർമലേ ആയിരുന്നില്ല. അച്ഛനായാലും അമ്മയായാലും. ഞാൻ അത്രയും നാൾ വരെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന അച്ഛനും അമ്മേനെ അല്ല പിന്നെ ഞാൻ കണ്ടത്. പിന്നെ അവരെ മാറ്റിയെടുക്കാൻ തന്നെ ഒത്തിരി ടൈം വേണ്ടി വന്നു. ഞാൻ സ്റ്റേജിൽ കയറി നിന്ന് പാടുന്ന സമയത്തൊക്കെ അമ്മയായാലും അച്ഛനായാലും രണ്ടുപേർക്കും ടെൻഷനാണ്. കാരണം സരിഗമപ്പ ലിറ്റിൽ ചാമ്പ്സിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ കീമോ എടുത്തിട്ടാണ് വന്ന് എന്റെ സ്റ്റേജിലെ പെർഫോമൻസ്. കീമോ എടുത്ത് 2 ദിവസം കഴിഞ്ഞ് വന്ന് പാടിയ പാട്ടുകളും ഉണ്ട് സരിഗമപ്പയുടെ സ്റ്റേജില്. അപ്പോ എന്റെ അമ്മയ്ക്ക് ഞാൻ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് അത്രയും ടെൻഷനാണ്. കാരണം ഓൾറെഡി കീമോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിനി വീണു പോവോ, അല്ലെങ്കിൽ എനിക്കിനി എന്തെങ്കിലും പറ്റുമോ, അങ്ങനത്തെ ടെൻഷനാണ്. അതായത് ഞാൻ പാടി തെറ്റിച്ചാലും അവർക്ക് വലിയ സംഭവം ഇല്ല. ഇങ്ങനെയുള്ള ടെൻഷനുകളാണ്. അപ്പൊ ആ സമയത്ത് അമ്മ കരച്ചിൽ തന്നെയായിരുന്നു. ഓക്കെ, പക്ഷെ അത്രയും സപ്പോർട്ടാണ്. ഞാനും കേട്ടിട്ടുണ്ട്, രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറുന്ന സമയത്ത്, കിച്ചണിൽ കയറുന്ന സമയത്തിന് അവനെയും ഉറക്കമണിയിപ്പിച്ച് കൊണ്ടുവന്നിരുത്തി പാടിപ്പിക്കുക എന്നുള്ള രീതിയൊക്കെ. അപ്പൊ അത്രയും സപ്പോർട്ട് തന്നെയായിരുന്നു അമ്മ അല്ലേ? ഉറപ്പായിട്ടും. കാരണം എന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഒപ്പം എന്റെ അച്ഛനും അമ്മയും നിന്നിട്ടുണ്ട്, ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് ശരിക്കും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടിയാണ്. സത്യം, ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെന്റ് ആണ്. കാരണം എന്റെ പ്രായത്തിൽ തന്നെ ഒത്തിരി കുട്ടികളുണ്ട് ഇതുപോലെ. ഞാനിപ്പോ കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ഫ്രണ്ട്സ് ആയാലും ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുള്ളവരായാലും അവരുടെ പാരന്റ്സിനെ പോലെ അല്ല എന്റെ പാരന്റ്സ്.
എനിക്ക് എന്തും ഓപ്പൺ ആയിട്ട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ അവരെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അത് ആ ഒരു രീതിയിൽ എടുക്കാനുള്ള മൈൻഡും അവർക്കുണ്ട്. പിന്നെ ഞാനാണ് അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടത്, എനിക്ക് ക്യാൻസർ ആണ് എന്ന് ഞാൻ പറയും, നിങ്ങൾ അവരുടെ അടുത്തും പറയണ്ട. അവരതിനും കൂടെ നിന്നു. എന്റെ ഏജില് ക്യാൻസർ ഉള്ള വേറെ കുട്ടികളുടെ പാരന്റ്സ് മാക്സിമം ശ്രമിക്കുന്നത് പുറത്തെങ്ങനെ അറിയാതിരിക്കാമെന്ന് നോക്കാനാണ്. അതെ, ആ ഒരു സമയത്ത് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചതാണ് അവനെയാണ്. പാരന്റ്സിന് സപ്പോർട്ട് കൊടുത്തതും അവനെയാണ്. ഏറെക്കുറെ. ഓക്കെ. അപ്പൊ നമ്മുടെ കോളേജിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ സ്വാതി തിരുനാൾ കോളേജിലെ സംഗീത വിദ്യാർത്ഥിയാണല്ലേ? അതെ, വിദ്യാർത്ഥിനിയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ കോളേജ് ലൈഫൊക്കെ എങ്ങനെയുണ്ട്? ശരിക്കും അവനെ ഒരു സെലിബ്രിറ്റിയാണ്, അപ്പോഴേക്കും അവിടെ അത് ശരിക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ 8ാം ക്ലാസ് മുതൽ +2 വരെ എനിക്ക് സ്കൂളിൽ പോയി പഠിക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോകും, അല്ലാതെ ഈ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലും അതുപോലെ സരിഗമപ ഷൂട്ടിന് പിന്നെ ഒരുപാട് ആളൊന്നും കാണത്തില്ല. അപ്പൊ അവിടെ എപ്പോഴും ഹൈജീനിക് ആണ്. പക്ഷെ സ്കൂൾ അങ്ങനെയല്ല, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം ഈ ജലദോഷവും ചുമയൊക്കെ വരുന്നവരുണ്ട്. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ അവരുടെ നിന്ന് എനിക്ക് വയ്യാതാവുന്നുള്ളതുകൊണ്ട് സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ ശരിക്കും എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യണ കോളേജിൽ ചെന്നപ്പോഴാണ്. ഇപ്പോഴാണ് എനിക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്സിനെ കിട്ടി കോളേജിൽ. ഓക്കെ, ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോ? ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു സ്റ്റാർട്ടിങ് അല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ചെന്നതിൽ എനിക്ക് ഏറ്റവും ഗുണകരം എന്ന് പറയാൻ പറ്റണ എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഒത്തിരി നല്ല സുഹൃത്തുക്കളെ കിട്ടി. ക്യാൻസർ സർവൈവർ എന്നാണ് അറിയപ്പെടാൻ ആഗ്രഹം എന്ന് പല വേദികളിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഒരു പോരാട്ടത്തിന്റെ കഥയെന്ന് പറയാമോ? പോരാട്ടത്തിന്റെ കഥയെന്ന് പറയാൻ അതൊരു കഥയല്ല, അതൊരു റിയൽ ലൈഫാണ്. റിയൽ ലൈഫാണ്. അതെ, അതൊരിക്കലും നമുക്ക് കഥയായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഞാന് 7ാം ക്ലാസ് വരെയുള്ള അല്ലെങ്കിൽ ഒരു 12 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് 13 വയസ്സാവുമ്പോഴത്തേക്കും അവള് കാണുന്ന ലോകം, അവളുടെ ചുറ്റുപാടുകളെല്ലാം വേറെയാണ്. അതുവരെ സ്കൂളിൽ പോയി ഫ്രണ്ട്സിന്റെ ഒപ്പം കളിച്ച് ചിരിച്ച് അതുപോലെ സ്റ്റേജിൽ നിന്ന് പാട്ടൊക്കെ പാടി അങ്ങനെയാണ് ഞാൻ നടന്നത്. എന്റെ ലൈഫ് ഫുൾ മ്യൂസിക് ആയിരുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. പക്ഷെ ആ ആഗ്രഹത്തിന് എല്ലാം തട്ടിമറിച്ചുകൊണ്ടാണ് ക്യാൻസർ എന്റെ ലൈഫിൽ വരുന്നത്. ഇതുപോലെ 8ാം ക്ലാസ്സിൽ പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്തു. അപ്പോ അവിടെ ഞാനിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് വരണതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ 1.5 മാസം മാത്രമേ സ്കൂളിൽ കണ്ടിന്യൂസ് പോയിട്ടുള്ളൂ 8ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ നന്ദി പറയാനുള്ള സംഗീതത്തിന് തന്നെയാണ്. കാരണം എനിക്ക് ക്യാൻസർ ആണെന്ന് കാണിച്ചു തന്നത് സംഗീതമാണ്. ഇതുപോലെ ഒരു ചാനലിന്റെ ഓഡിഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ബ്രീത്തിന് ഭയങ്കര ഒരു വിഷയം, എനിക്ക് ശ്വാസം കിട്ടണില്ല. ഞാൻ അത്യാവശ്യം ഒരു ശ്വാസം എടുത്തൊക്കെ പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ ഇങ്ങനെ ഓരോ വാക്കുകൾ കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം പാട്ട് പാടാൻ എനിക്ക് പറ്റണില്ല. ആ കാരണം പറഞ്ഞാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഡോക്ടേഴ്സ് ആദ്യം കണ്ട 2-3 ഡോക്ടേഴ്സ് പറഞ്ഞു അത് ഇത്രയും ദൂരം, കാരണം എറണാകുളത്ത് ഓഡിഷൻ കഴിഞ്ഞിട്ട് തിരുവനന്തപുരമാണ് എൻ്റെ സ്ഥലം, അപ്പൊ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തോണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവര് ജലദോഷം ചുമ അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് അവർ പല മരുന്ന് തന്നു. കഴിച്ച ഒരു വ്യത്യാസമില്ല, മെഡിസിൻ ഒന്നും എടുത്തിട്ട് ഒരു ഇതുമില്ല. അങ്ങനെ ഇവിടെ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഉണ്ട്, പുള്ളിന്റെ പേര് ശശീന്ദ്രൻ എന്നാണ്. പുള്ളിനെ പോയി കാണിച്ചപ്പോഴത്തേക്കും പുള്ളി ഇതാണെങ്കിൽ കുറെ ടെസ്റ്റുകൾ എഴുതി. ബാക്കിയുള്ളവരെ മരുന്നാണ് ആദ്യമേ തന്നത്. പുള്ളി പറഞ്ഞു ഇപ്പൊ മരുന്ന് കഴിക്കണ്ട, നീ കുറച്ച് ടെസ്റ്റുകൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പം അമ്മ ഇത് കണക്ക് ഇനി ഇത്രയും പൈസ കൊടുത്ത് ടെസ്റ്റ് എല്ലാം ചെയ്യാൻ പോവില്ലേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീടിന് വന്നു. പക്ഷെ അമ്മ അറിയാതെ ഞാനും അച്ഛനും കൂടെ പോയി ഇതുപോലെ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ ആ ഡോക്ടറെ കാണാൻ പോവാൻ നേരത്ത് അമ്മേനെയും കൂടെ കൊണ്ടുപോയി അന്ന് പുള്ളി എന്നെ മുറിന്ന് പുറത്താക്കിയിട്ട് ഇവരുടെ അടുത്ത് എന്തൊക്കെയോ രഹസ്യം പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. അടുത്ത ദിവസം ഇതുപോലെ തൊറാസിക് സർജനെ പോയി കണ്ടു. കിംസ് ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പോൾ ഇത് കണക്ക് പുള്ളി പറഞ്ഞു ഇത് പ്രായം ആയി കഴിയുമ്പോഴത്തേക്കും പെൺകുട്ടികളുടെ ചെസ്റ്റിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സിസ്റ്റ് പോലെ ഒരു സംഭവം വരും, അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചുരുങ്ങി പൊക്കോളും എന്ന് പറഞ്ഞു. പിന്നെ ചിലർക്ക് ചുരുങ്ങി പോവത്തില്ല, അപ്പൊ അത് നമുക്ക് സർജറി ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പുള്ളി സർജറി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല പേടിച്ചു. കാരണം നെഞ്ചൊക്കെ കീറി മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ പാടും എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത. അപ്പൊ അന്ന് ഇത് കണക്ക് തിരിച്ച് വീട്ടിൽ വന്നു. എനിക്ക് പെയിൻ കുറയണില്ല. പുള്ളി അപ്പൊ അന്ന് കണ്ടപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത്, കാരണം ആ സ്കൂളിൽ തുറന്ന സമയം, അപ്പൊ പുള്ളി പറഞ്ഞു അടുത്ത വെക്കേഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് സർജറി ചെയ്യാമെന്ന്. പക്ഷേ വീട്ടിൽ വന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടും എന്റെ പെയിൻ കൂടുന്നതേ ഉള്ളൂ. എനിക്ക് ഒന്നും പാടാൻ പറ്റുന്നില്ല, അതാണ് മെയിൻ റീസൺ. രണ്ടാമത് എന്റെ വലത്തെ കൈന്റെ പുറകിൽ മുതുഭാഗം ഒക്കെ ഭയങ്കര പെയിൻ. അതുപോലെ എനിക്ക്
ബാഗ് തൂക്കാൻ വയ്യ, എന്റെ 2 ഷോൾഡറും ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു ഇത്. അങ്ങനെ അച്ഛൻ വീണ്ടും പോയി ആ ഡോക്ടറിനെ കണ്ടു. ഡോക്ടറിനെ കണ്ടപ്പോൾ പുള്ളി ചോദിച്ചു, ഇനി ഞാൻ നിങ്ങൾക്ക് 100 രൂപ പത്രത്തിൽ എഴുതി ഒപ്പിട്ട് തരണോ, വെക്കേഷനിൽ മതി സർജറി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ലാതെ വന്നപ്പോഴത്തേക്കും വീണ്ടും അമ്മ കിംസ് ഹോസ്പിറ്റലിൽ തന്നെ പീഡിയാട്രിക്സ് സെക്ഷനിൽ ഒരു ഡോക്ടർ ആന്റീനെ കൊണ്ട് കാണിച്ചപ്പോൾ അവര് പറഞ്ഞു ഇത് കാണിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഇതല്ല, പൾമനോളജി ആണെന്ന് പറഞ്ഞു. അങ്ങനെ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയി കാണിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഒരു CT സ്കാൻ എടുക്കുക. അപ്പോഴ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. കാരണം അടുത്ത ദിവസം രാവിലെ അവിടെ പോയി അഡ്മിറ്റ് ആയിക്കൊണ്ട് CT എടുക്കാം എന്നുള്ള പ്ലാനില്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് കിട്ടും. അതായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. പക്ഷേ രാത്രി ഒരു 12-12:30 ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വന്നു. ദേഹമൊക്കെ ഇങ്ങനെ ചുട്ടുകൊള്ളണ പോലെ. അപ്പോൾ പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, വെച്ചാൽ എനിക്ക് പറ്റൂല, എന്നെ എടുത്തോണ്ട് ആശുപത്രിയിൽ പോകണം. പക്ഷെ ഞാൻ ആ സമയത്ത് ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കിംസിലാണെങ്കിൽ ഞാൻ വരൂ, വേറെ ഞാൻ വരൂല. അവരെന്നെ എടുത്ത് കിംസിൽ കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്നാണ് ശരിക്കുള്ള കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. എമർജൻസിയിൽ പോയി അഡ്മിറ്റ് ആയി. പിന്നെ പറ ടെസ്റ്റുകളായിരുന്നു. എനിക്ക് തന്നെ ഒരു ഓർമ്മയില്ല. പെയിൻ പോകാൻ വേണ്ടിയിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട്. മൊത്തത്തിൽ നമ്മളൊരു അബോധാവസ്ഥയല്ലേ. കണ്ണ് ചെറുതായിട്ട് തുറക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ കാണുന്നുണ്ട്, എന്തൊക്കെയോ കാണുന്നില്ല. പിന്നെ അവിടെ കിടന്ന് ബയോപ്സി, ബോൺമാരോ ഒക്കെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരറിഞ്ഞു ക്യാൻസർ ആണെന്ന്. പക്ഷെ ആ സമയത്തും ഞാൻ അറിയണില്ല. ഞാൻ ജനറൽ വാർഡിൽ കിടക്കുന്ന സമയത്ത് എന്നെ അറിയാവുന്നവർ കുറെ പേര് വന്ന് കാണുന്നുണ്ട്. പിന്നെ അച്ഛനാണെങ്കിൽ വന്ന് ഇരുന്നിട്ട്, അച്ഛൻ അങ്ങനെ കരഞ്ഞ് ഞാൻ ഒരുപാട് കണ്ടിട്ടില്ല. പക്ഷെ അച്ഛൻ ഇതുപോലെ മുണ്ടൊക്കെ പിടിച്ച് കണ്ണൊക്കെ തുടച്ച്, അമ്മയെ എപ്പോഴും ഭയങ്കര ശോകം എല്ലാം. എനിക്ക് അറിഞ്ഞൂടാ അത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് എന്നെ താഴെ എന്തോ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് താഴത്തെ നിലയിലോട്ട് കൊണ്ടുപോയി ചെന്ന് നിർത്തിയത് 2ാമത്തെ ഫ്ലോർ ക്യാൻസർ സെന്റർ. അത് വായിച്ചപ്പോഴത്തേക്ക് എന്റെ പാതി കിളി പോയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ബോർഡ് വായിക്കണം ശരിയാണ്. അപ്പൊ ഞാനിത് പോണ വഴിയിൽ വീൽ ചെയറിൽ ഇരുന്നോണ്ട് ഞാൻ എല്ലാം വായിക്കുകയാണ്. കീമോ വാർഡ് 1, കീമോ വാർഡ് 2, തൊട്ടപ്പുറത്ത് റേഡിയേഷൻ സെന്റർ, ഇവിടെ നഴ്സിംഗ് റൂം, ക്യാൻസർ ഇടുന്ന ഇടം, ഇതെല്ലാം വായിച്ച് അവസാനം ഒരു കീമോ വാർഡിന്റെ അകത്ത് എന്നെ കൊണ്ട് കയറ്റി. അതിന്റെ അകത്തെ അവസ്ഥയാണെങ്കിൽ എന്റെ പൊന്നോ, കീമോ എടുത്തോണ്ട് കിടക്കണവരെക്കാളും കഷ്ടം അവരുടെ കൂടെ നിൽക്കണവരെ കാണാനാണ്. ഇവരുടെ മുഖം കണ്ടാൽ തോന്നുന്നു അയ്യോ ഇപ്പൊ ആള് തട്ടിപ്പോകുന്നത്. ആ രീതിയിലാണ് അതിന്റെ അകത്ത് ഇടയിൽ നിൽക്കണം. ഞാൻ പറഞ്ഞില്ല ആ സമയത്ത് അമ്മ അച്ഛനും ഒട്ടും ഓക്കെ അല്ല. അപ്പൊ കൂടെ ഉണ്ടായിരുന്നത് വല്യമ്മയാണ്, അച്ഛന്റെ ചേട്ടന്റെ വൈഫ്. അപ്പൊ വല്യമ്മയുടെ അടുത്ത് ഇതുപോലെ ഞാൻ ചോദിച്ചു, വല്യമ്മ എനിക്ക് ക്യാൻസർ ആണെന്ന് വെച്ചപ്പോഴത്തേക്കും ഞാൻ മക്കളെ ക്യാൻസർ ആണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റാൻ പറഞ്ഞു. അറിഞ്ഞ ഒരു 5 മിനിറ്റ് ഞാൻ നല്ല കരഞ്ഞു. പക്ഷെ പെട്ടെന്ന് ആ കരച്ചിലങ്ങ് പോയി. കാരണം നമ്മള് കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു പ്രയോജനം ഇല്ലാന്ന് എനിക്ക് അറിയാം. അപ്പൊ ഞാനും വിചാരിച്ചാ എന്തായാലും വരട്ടെ, നമുക്ക് ചെയ്യാൻ നമ്മുടെ കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ ക്യാൻസർ അതിന്റെ പാട്ടിന് പൊക്കോളും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ അങ്ങനെ അങ്ങ് പോയി. പിന്നെ എന്റെ ഞാൻ ഡോക്ടർ അങ്കിളുടെ അടുത്ത് ചോദിക്കണത് എനിക്ക് പഴയതുപോലെ പാടാൻ പറ്റുമെന്നാണ്. എന്റെ എല്ലാ വേലത്തരത്തിലും എന്റെ കൂടെ നിൽക്കുന്ന ഡോക്ടർ അങ്കിളാണ്, ഇപ്പോഴും അപ്പോഴും എപ്പോഴും. അത്രയും സപ്പോർട്ടർ കൂടിയാണല്ലേ ഡോക്ടർ? പിന്നല്ലാതെ. കാരണം എന്റെ ആഗ്രഹമായിരുന്നു സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കണം എന്നുള്ളത്. ഒരു വരി പോലും പാടാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഞാൻ വീണ്ടും കഷ്ടപ്പെട്ട് പാടി പ്രാക്ടീസ് ചെയ്ത് മത്സരത്തിന്റെ സമയമായപ്പോഴത്തേക്കും ഡോക്ടറുകൾ എനിക്ക് മെഡിസിൻസ് അഡ്ജസ്റ്റ് ചെയ്തു തന്നു. കാരണം ഞാൻ ആ സമയത്ത് ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ടാബ്ലറ്റ് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് വിറയലും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ പിന്നെ എനിക്ക് നേരെ ചൊവ്വേ പാടാൻ പറ്റില്ല. അപ്പം മെഡിസിൻ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. പിന്നെ ഡോക്ടറുകളാണ് പറഞ്ഞത് കാറിലും ട്രെയിനിലും തൽക്കാലം പോകണ്ട, നീ ഫ്ലൈറ്റിൽ വേണമെങ്കിൽ പോയിട്ട് വരാൻ പറഞ്ഞു. കാരണം എനിക്ക് ട്രാവലിംഗ് അത്രയും വിഷയമാണ്, ബോഡി ഒട്ടും ഓക്കെ അല്ല. അപ്പം എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. അതുപോലെ സരിഗമപ്പായാലും ഡോക്ടറുകൾ വന്നിട്ടുണ്ട്, ഇപ്പോഴും സപ്പോർട്ടിങ് ആണ്. ഞാൻ ഇതുപോലെ കോളേജിൽ ചേരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് എന്റെ ആഗ്രഹം ചെന്നൈയിൽ പോകണം എന്നായിരുന്നു. അപ്പൊ ഇവിടെ അമ്മയച്ഛനും വിട്ടില്ല. കാരണം ഈ ഹെൽത്ത് കുറെ കൂടെ ബെറ്റർ ആവാനുള്ളതുകൊണ്ട് അവര് വിട്ടില്ല. അപ്പോഴത്തേക്കും ഡോക്ടറിന് ഇതാണൊക്കെ പറയണത്, നീ പോടി, ഞാനല്ലേ പറയണേ, നീ ധൈര്യമായിട്ട് പോക്കോ, 3 മാസം കൂടുമ്പോ ഒന്ന് കണ്ടാ പോയി, ഇങ്ങനെയാണ് പറയണ. പിന്നെ ഞാൻ പോയില്ല. പക്ഷെ പോണം എന്ന് എനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട്. ഡിഗ്രി ഒന്ന് കഴിഞ്ഞിട്ട് പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, ഹയർ സ്റ്റഡീസിന് വീണ്ടും ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണല്ലോ, നമുക്ക് നോക്കാമെന്നേ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കലോത്സവത്തെ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും നമ്മുടെ സംസ്ഥാന കലോത്സവത്തെ കുറിച്ച്
സംസ്ഥാന കലോത്സവം ഞാൻ 2019 എന്റെ ഫസ്റ്റ് കലോത്സവം. ഫസ്റ്റ് കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1ാം ക്ലാസ് മുതൽ കലോത്സവങ്ങൾക്ക് പങ്കെടുക്കുന്നുണ്ട്. 1 മുതൽ 7 വരെ കണ്ടിന്യൂസ് ആയിട്ട് കലോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ആ സമയം വരെ നമുക്ക് ജില്ലാതലം വരെ ഉള്ളൂ. 1 തൊട്ട് 4 വരെ ഏറ്റവും ഹയർ എന്ന് പറയുന്ന സബ് ജില്ലയാണ്. 5 മുതൽ 7 വരെ ജില്ല. അപ്പോൾ 8ാം ക്ലാസ് ആയി കഴിഞ്ഞാലേ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ 8ൽ എനിക്ക് മത്സരിക്കാൻ പറ്റിയില്ല. പക്ഷെ വാശിക്ക് ഞാൻ 9ാം ക്ലാസ്സിൽ 3 ഐറ്റത്തിന് പോയി കലോത്സവത്തിന്. പക്ഷെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ആ കലോത്സവം എനിക്ക് ഒരു ഓർമ്മയില്ല. ഓർമ്മയുള്ളത് തന്നെ ഭയങ്കര ചൂട്, അതുപോലെ നമുക്ക് ഈ കീമോയും കൂടെ എടുക്കണോണ്ട് ഭയങ്കര ചൂടാണ്. ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ ബോഡി പോലെ അല്ല, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ അത് എടുക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ മനസ്സിലാവും. ഒന്ന് ഭയങ്കര ചൂട്. അപ്പൊ ഇതണക്ക് മത്സരങ്ങൾ കഴിഞ്ഞ് ഇതുപോലെ മീഡിയക്കാര് ഇത് വീഡിയോസ് ഒക്കെ എടുക്കാൻ വരും. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും തണുപ്പുള്ള ഇടത്തോട്ട് പോയാൽ മതി. മത്സരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പം അവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവമായിരുന്നു ആ സമയത്ത്. മെഡിസിന്റെ ഒക്കെ ആണ്. പിന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഈ മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്കറിയത്തില്ല, അതുവരെ ഞാൻ ഭയങ്കര കാമായിട്ടുള്ള ഒരു പേഴ്സണാണ്. മെഡിസിൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്റെ സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി. അപ്പൊ ഇത് കണക്ക് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ ഇത് കണക്ക് ഒരു മീഡിയയിൽ ആംഗിൾ വന്നിട്ട് ഭയങ്കര ജനക്കൂട്ടം, മോളെ അവിടെ നിങ്ങൾ അച്ഛൻ വരെ നടന്നു വരാമോ എന്നൊക്കെ ചോദിച്ച എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് മത്സരിക്കാൻ പോയത് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് നടന്ന ഞാൻ പങ്കെടുത്ത കലോത്സവമാണ്. എനിക്ക് തോന്നുന്നു 2022 2023 ആണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ +1 +2 പഠിക്കുമ്പോഴാണ് പോയത്. ആ കലോത്സവം കീമോ ഇല്ല, മെഡിസിൻസ് ഇല്ല. ഞാനായിട്ടാണ് പോയി പാടിയത്. ഒരൈറ്റത്തിന് ഞാൻ സ്റ്റേറ്റ് പോയുള്ളൂ ആ കൊല്ലം, ശാസ്ത്രീയ സംഗീതത്തിനായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ മാക്സിമം ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയ കലോത്സവം അതാണ്. പിന്നെ എന്നെ അറിയാന്നുള്ള കുറെ പേരുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ഉള്ള കലോത്സവം. ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ കലോത്സവം എന്ന് പറയുന്നത് അല്ലേ? ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ അവനി ഒരു പുരസ്കാരമൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു, നന്ദിത ബോസ് പുരസ്കാരം. അതിനെ കുറിച്ചുകൂടെ അറിയണമെന്നുണ്ട്. അത് ബെസ്റ്റ് ക്യാൻസർ സർവൈവർ എന്നുള്ള അവാർഡാണ്. അത് സത്യം പറഞ്ഞാൽ അത് അവാർഡാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതുപോലെ മനോരമയുടെ കേരള ക്യാൻ നടക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ദുബായിൽ പോയിട്ട് വന്നിട്ടാണ് ഇവിടത്തെ ഫസ്റ്റ് അവരുടെ ഒരു പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് വെച്ച് നടന്ന നവ്യ നായർ ആന്റിയൊക്കെ ഗസ്റ്റ് ആയിരുന്നു. അപ്പൊ അന്ന് ഇതുപോലെ എല്ലാവരും സംസാരിക്കുന്നുണ്ട് സ്റ്റേജിൽ, ക്യാൻസർ അതാണ് അല്ലെങ്കിൽ ക്യാൻസർ ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ഇപ്പൊ ഡോക്ടേഴ്സ് ആയാൽ പോലും വന്ന് സംസാരിക്കുന്നത് ക്യാൻസർ ഒരു നെഗറ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അവര് സർവൈവ് ചെയ്തവരെക്കാട്ടിലും പറയുന്നത് ഇന്ന ആഹാരം കഴിച്ചാൽ ക്യാൻസർ വരില്ല, അല്ലെങ്കിൽ ഇന്ന ചെയ്താൽ ക്യാൻസർ വരില്ല, ഇത്രയും പേര് ക്യാൻസർ കൊണ്ടാണ് മരിക്കുന്നത്. ഇങ്ങനെയാണ് പല ഡോക്ടേഴ്സും വന്നിട്ട് സംസാരിക്കുന്നത്. ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്യാൻസർ പേഷ്യന്റ്, അമ്മ ചിലപ്പോൾ ക്യാൻസർ പേഷ്യന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരായാലും വന്ന് പറയുന്നത് അമ്മയ്ക്ക് ഇങ്ങനെ ആയിരുന്നു, അമ്മ മരിച്ചുപോയി. ഈ ഒരു രീതിയിലാണ് അവരുടെ എല്ലാവരുടെയും സംസാരം. പക്ഷെ ഞാന് എന്റെ കാഴ്ചപ്പാടില് ഓക്കെ, ക്യാൻസർ പലരും പറയാറുണ്ട് മഹാമാരിയാണ്, അല്ലെങ്കിൽ മഹാവിപത്താണ്. അല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയുള്ളവരുടെ പേടി മാറ്റുക എന്നുള്ളതാണ്. ഈ ക്യാൻസറിന് ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് വെച്ചേക്കുന്ന നമ്മളാണ്. ക്യാൻസർ വന്നാൽ തട്ടിപ്പോകും എന്നുള്ളൊരു ഇത് ചെയ്ത് വെച്ചേക്കുന്ന നമ്മളാണ്. അപ്പോ ഞാൻ തന്നെ ആയാൽ പോലും എന്റെയും ക്യാൻസർ വരുന്നതിന് മുമ്പ് വരെയുള്ള എന്റെയും ധാരണ ക്യാൻസർ വന്നാൽ മരിക്കും, നമുക്ക് തിരിച്ച് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ആ സമയത്ത് എന്റെ വയസ്സ് 13 ആ സമയത്ത് എന്റെയും ചിന്ത ഇതാണ്. അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ക്യാൻസർ വന്നാൽ മരിക്കത്തില്ല. കാരണം നമ്മുടെ കോൺഫിഡൻസിലാണ്. ഇപ്പൊ ഒരു പനി വന്നാലും ജലദോഷം വന്നാലും നമ്മൾ വിചാരിക്കണം ശരിക്കും വയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വയ്യ, നമ്മൾ കിടന്നു പോകും. പക്ഷെ അതേസമയം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എണീറ്റ് പോയി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. പനിയാണെന്നോ ജലദോഷമാണെന്നോ നമ്മൾ മൈൻഡ് ആക്കൂല. അപ്പോൾ ഞാനിത് കണക്ക് കയറി സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ ഞാൻ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. ഇവരുടെ ലാസ്റ്റ് ഡേക്ക് ഗസ്റ്റ് നമ്മുടെ ബോസാറായിരുന്നു, ബംഗാൾ ഗവർണർ. അപ്പോ എന്റെ വല്യച്ഛൻ ബോസാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ ഇത് കണക്ക് പുള്ളിനെ കുറിച്ച് എനിക്ക് കേട്ടറിവുണ്ട്, കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ എന്റെ അടുത്ത് പറയുന്ന അവനെ ഒന്ന് വരണം, ജസ്റ്റ് വന്ന് അവിടെ ഇരിക്കണം, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും എന്ന് പറഞ്ഞിട്ടാണ് മനോരമ എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പോയി സംസാരിച്ച് ഒക്കെ കഴിഞ്ഞപ്പം എന്റെ അടുത്ത് പറഞ്ഞു നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് സർപ്രൈസ്? അത് നീ വഴി അറിയും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതുപോലെ അവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഇവർ അനൗൺസ് ചെയ്യണത്
ബോസ് സാർ ഇതുപോലെ നന്ദിതാ ഘോഷ് പുരസ്കാരം 2023 അത് അവനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. സർപ്രൈസ് ആയിപ്പോയല്ലേ ശരിക്കും? സത്യം എനിക്ക് അറിഞ്ഞൂടെ എന്താണ് അന്ന് നടന്നത്. ഓക്കെ, ബാക്കി എല്ലാവരും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം അവന് മാത്രമാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കണ്ട് ബാക്കിയുള്ളവരിലും ഒരു പോസിറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അർഹിക്കുന്നൊരു അംഗീകാരം തന്നെയായിരുന്നു അത്. ഒരുപാട് സന്തോഷം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത പിന്നൊരു കാര്യം കൂടി ഉണ്ട്, സിംഗിങ് മാത്രമല്ല മ്യൂസിക് കമ്പോസിഷൻ കൂടെ കൈവച്ചുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് പാടാൻ ഇഷ്ടമാണ്, ഇല്ലെന്നല്ല. എന്നാലും കമ്പോസിഷൻ അതൊരു പ്രത്യേക രസമാണ്, മ്യൂസിക് കമ്പോസിഷൻ ചെയ്യാൻ. ശരിക്കും അത് മാത്രല്ല, ഔട്ട് കേട്ട ഞങ്ങൾക്കും സെയിം ഫീലും തന്നെയായിരുന്നു കേട്ടോ. പെണ്ണ്, അതിനെ കുറിച്ച്. പെണ്ണ് ഞാൻ ചെയ്തത് നമ്മുടെ ഇതുപോലെ കഷായം, ഗ്രീഷ്മ ഈ ഒരു വിഷയം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടത് സ്ത്രീകളാണ് എന്റെ അഭിപ്രായത്തിൽ. കാരണം ഒരു റീലായാലും ഇപ്പോ സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റ് ആയാലും ഒത്തിരി പച്ചവെള്ളം കൊണ്ട് കൊടുത്താൽ പോലും അളിയ അവളൊരു വെള്ളം ഇത് കലക്കിയിട്ടുണ്ട് ആ ഒരു രീതിയിൽ. ഇപ്പൊ ഒരു സ്ത്രീ അങ്ങനെ ആയി എന്ന് കരുതി എല്ലാ സ്ത്രീകളും അങ്ങനെ ആയിരിക്കില്ല. അതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് പെണ്ണ് ചെയ്യുന്നത്. പെണ്ണിന്റെ ലിറിക്സ് എഴുതിയേക്കുന്ന വിഭു പുരപ്പൻകോട് സാറാണ്. ഇത് സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ ഇതാണ് വിഷയം. അപ്പൊ സാറ് അടിപൊളിയാണ്, സാറ് നല്ല അടിപൊളിയായിട്ട് ലിറിക്സ് എഴുതി തന്നു. അങ്ങനെ വന്ന പാട്ടാണ്, അങ്ങനെ വന്ന ഒരു കവിതയാണ് പെണ്ണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് അതല്ല. ഞാന് സരിഗമപാലായിരുന്ന സമയത്ത് ഡോക്ടറിനെ വേണ്ടിയിട്ട് ഡോക്ടർ അങ്കിളുടെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു കവിതയുണ്ട്. അപ്പൊ അത് ഡോക്ടർ അങ്കിളുടെ ബർത്ത്ഡേക്ക് ഡോക്ടർ അങ്കിളിന് വേണ്ടി ഞാൻ പാടിയായിരുന്നു. ഞാൻ അത് ഫുൾ ഞാൻ മ്യൂസിക് ചെയ്തു, പക്ഷെ ഞാനത് പുറത്തൊന്നും ഇറക്കിയില്ല. അപ്പൊ അതിന്റെ ഒരു 4 വരി സരിഗമപാല് പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പാടി തീരുന്ന സമയത്താണ് ഡോക്ടർ അങ്കിള് ഇതുപോലെ എൻട്രി ആവണത് സരിഗമപാല്. എനിക്ക് സർപ്രൈസ് ആയിരുന്നു സരിഗമപാല് ഡോക്ടറിൽ വന്നത്. അപ്പോ അതിനുശേഷം ഞാൻ ഇതുപോലെ പബ്ലിക്കായിട്ട് കോമ്പോസിഷൻ ചെയ്ത് പുറത്തിറക്കുന്നതാണ് പെണ്ണ്. ഈ ഓർക്കസ്ട്രേഷൻ എല്ലാം വെച്ചിട്ട് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നാണ് പറയാം. ഓക്കെ, എന്തായാലും വളരെ മികച്ചൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. ഫസ്റ്റ് അല്ല, സെക്കൻഡ് സ്റ്റെപ്പാണ്. ഓക്കെ, താങ്ക് യു. ഒരു പാട്ട് കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് വേണ്ടിയിട്ട് അവന് പാടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും. പാതിരാ താരങ്ങളെ എന്നോടു നീ മിണ്ടില്ലയോ, പാതിരാ താരങ്ങളെ എന്നോടു എന്തേ നീ തൊട്ടു, കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു ചിറകുമായി വരിക ശലഭമേ, കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുറുന്നു ചിറകുമായി വരിക ശലഭമേ. ക്യാൻസർ സർവൈവർ ആണ്. ഇത്തരമൊരു സിറ്റുവേഷനിൽ പലരും പകച്ചു നിൽക്കാറാണ് പതിവ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന ചിന്തയിലായിരിക്കും പലരും ആയിരിക്കുക. അപ്പോൾ അവനുടെ ലൈഫിലൂടെ ചില മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്താണ്? എനിക്ക് തോന്നുന്നു പണ്ടത്തേക്കാളും ഇപ്പം ആൾക്കാരുടെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഒരു ശതമാനമെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ട്. അതിലൊരു കാരണം അവന് കൂടെ തന്നെയാണ്. അവന് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് അത്രയ്ക്ക് ഇങ്ങനെ സ്പ്രെഡായി പോകുന്നുണ്ട്. ഓക്കെ, അയ്യോ, നമ്മുടെ ഈ പൊതുജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് കൂടെ. എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ള ഒരേ ഒരു മെസ്സേജ്, നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം, അല്ലാതെ മനസ്സല്ല നമ്മളെ നിയന്ത്രിക്കാനുള്ളത്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പല കാര്യങ്ങളിലും നമ്മൾ തളർന്നു പോവാറുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് വിചാരിക്കണം, എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും. അതേസമയം നമ്മുടെ മനസ്സിപ്പോ നമ്മളുടെ അടുത്ത് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നമ്മുടെ മനസ്സ് പല സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സ് നമ്മളുടെ അടുത്ത് പറയാനുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന സന്ദർഭങ്ങളിൽ അത് കേൾക്കാതിരിക്കുക മാക്സിമം. ഓക്കെ, അപ്പൊ നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കാൻ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നാണ് പറഞ്ഞു വരുന്നതല്ലേ? ഉറപ്പായിട്ടും.
100%. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് സരിഗമപ ലിറ്റിൽ ചാമ്പ് ഫെയും അവനെയാണ്. താങ്ക് യു സോ മച്ച് അവനി. താങ്ക് യു സോ മച്ച്. എന്റെ ഇന്നത്തെ ഡേ നിങ്ങൾ അടിപൊളിയാക്കി. ഓക്കെ, എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ച് ഒരുപാട് ബ്യൂട്ടിഫുൾ സോങ്സ് നമുക്ക് പാടി തന്നിട്ടുണ്ടായിരുന്നു. വളരെ വളരെയധികം നന്ദി. നമ്മുടെ ആസ്ട്രോ എഫ്എമ്മിന്റെ എന്റെ ടീമിന്റെ വക നന്ദി അറിയിക്കാൻ കേട്ടോ. എല്ലാ ആസ്ട്രോ എഫ്എമ്മിലെ എല്ലാ അംഗങ്ങൾക്കും എന്റെ ഒരു ഹായ്. അതുപോലെ ഞാൻ തിരക്കുന്ന എല്ലാവരുടെ അടുത്തും പറയണം. തീർച്ചയായിട്ടും പറയും. നല്ല സെക്ഷൻ ആയിരുന്നു. ചേച്ചിക്കും ഇത്രയും നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. സരിഗമപ ലിറ്റിൽ ചാമ്പ് ഫെയും ക്യാൻസർ സർവൈവർ അവനെയായിരുന്നു റെഡ് കാർപ്പറ്റിലൂടെ ഈ ബ്യൂട്ടിഫുൾ ഡേ ബ്യൂട്ടിഫുൾ ആക്കി വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് ജോയിൻ ചെയ്യാം. ദിസ് ഇസ് ആർജെ ആര്യ സൈനിങ് ഓഫ് ഫ്രം റെഡ് കാർപ്പറ്റ്.